സാധാരണ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വളരെ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം ശ്രീകുമാറും ഞാനുമൊക്കെ പത്രപ്രവർത്തക യൂണിയൻ്റെ നല്ല ഭാരവാഹികളായിരുന്നു. നമുക്കറിയാം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണലിസം, സ്വഭാവം, പൊതു സ്വഭാവമൊക്കെ ഞാൻ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. ഞാൻ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ എഴുതുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് സാധാരണ പൊതുമാധ്യമങ്ങളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം അങ്ങനെയാണ്, യാതൊരു സംശയമില്ല. ഈ ഗവൺമെൻറ് വളരെ നല്ലതാണ്, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൊള്ളാം എന്നൊന്നും പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. അല്ല ശ്രീ ജേക്കബ് ജോർജ്, അതിനകത്ത് ഞാൻ ഒന്നിടപെടുന്നത്, അതായത് ഇത് മുഖ്യമന്ത്രിക്കും ഇപ്പോൾ VK സനോജും ഒക്കെ പറയുന്നത്, നോക്കൂ 2012 കാഴ്ചകൾ 12 മുതൽ 16 വരെയുള്ള അല്ലെങ്കിൽ 11 മുതൽ 16 വരെയുള്ള കാഴ്ചകളിൽ കാണാത്ത കാഴ്ചകളൊക്കെ, അല്ലെങ്കിൽ അന്ന് പോലും ചില കാഴ്ചകൾ കാണുന്നത് പോലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനുണ്ടെങ്കിൽ ചില മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നു. ഇതിന് ചില ബാക്കപ്പുകളുണ്ട്, ചില പിന്തുണകളുണ്ട്, ചില അജണ്ടകളുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട വ്യക്തമാകുന്നില്ലേ എന്നാണ് സംശയം. അല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മാധ്യമങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ, ശക്തമായിട്ട് തന്നെ എതിർത്തു, വളരെ രൂക്ഷമായിട്ട് തന്നെ എതിർത്തു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതിനു മുമ്പ് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ട് എഴുതിയിരുന്നു, യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിൽ തന്നെ ഒരു ഭാഗത്ത് ലാലേ, ഞാൻ പറയുന്നത് ഈ വിശിഷ്യ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രണ്ടാം ഭരണം കിട്ടിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രമം അതിൻ്റെ ശക്തി കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ രൂക്ഷത കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ സത്യമാണ്, വസ്തുതയാണ്. അങ്ങനെ എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും പിണറായി കിട്ടുന്നു കൊടുക്കണം എന്ന ചിന്തയുമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വഴിതെറ്റുന്നത്, കാൽ വഴുതുന്നത്. അങ്ങനെയുള്ള പല വീഴ്ചകളും കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ സനോജുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ വളരെ വികൃതമായ, വളരെ നീചമായ ഒരാവർത്തനമാണ് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ചെലവ് കണക്കാക്കിയ കൂട്ടത്തിൽ അതിന് മെമ്മോറാണ്ടം തയ്യാറാക്കിയപ്പോൾ ഉള്ള വീഴ്ചകളെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ നിരത്തിവെച്ചത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 1.5 മണിക്കൂർ നീണ്ടു നിന്ന പത്രസമ്മേളനത്തിന് 1.25 മണിക്കൂർ എന്നാണ് ലാൽ പറഞ്ഞത്. അതിനുശേഷം വാർത്താ ബുള്ളറ്റിനിലേക്ക് കടന്നപ്പോൾ മാതൃഭൂമിയിലെ എഡിറ്റർ രാജീവ് ദേവരാജൻ, അതിൻ്റെ വാർത്തകളുടെ മാതൃഭൂമി ചാനലിൻ്റെ നേതൃത്വം വഹിക്കുന്ന രാജീവ് ദേവരാജൻ, മാധു വാർത്താ അവതാരക, അവരൊക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. രാജീവ് ദേവരാജൻ, മാതൃഭൂമി ചാനലിൻ്റെ വാർത്താ മേധാവി, അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പറയപ്പെടുന്ന വയനാട്ടിലെ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസം ഞങ്ങൾക്കും അബദ്ധം പറ്റി, ഞങ്ങളും തെറ്റായ വാർത്ത കൊടുത്തു, പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരുത്തി എന്ന് രാജീവ് ദേവരാജൻ ഇന്ന് മാതൃഭൂമി ചാനലിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ വിശദീകരിച്ചു. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇത് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു മാധ്യമത്തിൽ കൗണ്ടർ പോയിന്റ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. കണക്കിൽ കള്ളമോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആ പരിപാടി ഞാനും കണ്ടതാണ്. അതിൻ്റെ കൺക്ലൂഷൻ പോലും ആ സമയത്തേക്ക് ഈ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. എന്തുമാതിരിയുള്ള ഒരു വിലയിരുത്തലായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടി അല്ല, ഞാൻ പറഞ്ഞത് ഒരു വാചകം കൂടി പറയട്ടെ ലാൽ. അന്ന് ഇന്നത്തെ അതേ മാതൃഭൂമിയുടെ ആ ബുള്ളറ്റിനിൽ മാധു പറഞ്ഞത്, നമുക്ക് വീഴ്ച പറ്റി, ആ വീഴ്ച ഞങ്ങൾ അന്നേ കണ്ടു, അന്നേ അംഗീകരിച്ചു, ഞങ്ങളത് തിരുത്തി. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. വാർത്തയിലെ സത്യം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് ചൂണ്ടിക്കാണിക്കാൻ സത്യമുണ്ട് എന്ന് അവതാരകയായ മാധു അത് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു. ഞാനിത് മാതൃഭൂമിയിൽ എടുത്തു പറയുന്നത് ഞാൻ പഴയ മാതൃഭൂമിക്കാരനായതുകൊണ്ടല്ല, ഇന്ന് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ശ്രീകുമാർ. ഇതിൻ്റെ അകത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച ഇന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മണിക്കൂറിലേറെ സമയം എടുത്തത്. പത്രക്കാരോട് ചോദിക്കുന്നുണ്ട്,
ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞ ചോദ്യം ചോദിച്ചപ്പോൾ പത്രക്കാരോട് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ? അല്ല, സമ്മതിച്ച് കഴിഞ്ഞാൽ അതുപോലും എന്തുകൊണ്ടാണ് ഈ 1 മണിക്കൂർ നേരം എടുത്ത് പറഞ്ഞിട്ടും 1 സെക്കൻഡിന്റെ ഇടവേള ഇല്ലാതെ ആദ്യത്തെ ചോദ്യം വരുന്നത് ഏത് വഴിക്കാണ് പോയെന്നുള്ളത് ശ്രീ ജേക്കബ് ജോർജ് കണ്ടല്ലോ. അല്ല, അതാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ നേരത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ചോദിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.